ഈ വീഡിയോയിൽ ചെയിൻ സ്റ്റിച്ച് എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണിത്. കട്ടിങ് വീഡിയോ ആയിരുന്നു ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഞാൻ പറയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. നെക്കിൻ്റെ ഡെപ്ത് 6 ഇഞ്ചും നെക്കിൻ്റെ വൈഡ് എന്ന് പറയുന്നത് 3.5 ഇഞ്ചുമാണേ. വൈഡ് നമ്മുടെ ഇഷ്ടാനുസരണം കൊടുക്കാം. അതേപോലെ ആ വീഡിയോയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഷോൾഡർ റിഡക്ഷൻ കാൽക്കുലേഷനാണ്. കാൽക്കുലേഷൻ പ്രകാരമുള്ള കട്ടിങ് അനുസരിച്ച് വരുമ്പോൾ ഉള്ള റിസൾട്ടും ഇനി അല്ലാതെ ഒരു മെത്തേഡും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതും ഞാൻ വീഡിയോ ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് വീഡിയോ ആണിത്. അതായത് കാൽക്കുലേഷൻ അനുസരിച്ചുള്ള കട്ടിങ് സ്റ്റിച്ചിങ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് എന്താണെന്നുള്ളത് ഞാൻ പറയാം. സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്, ഓരോ സ്റ്റിച്ച് കഴിയുമ്പോഴത്തേനും അത് കട്ട് ചെയ്ത് മാറ്റി അടുത്ത സ്റ്റിച്ചിലേക്ക് പോവുകയല്ലേ ചെയ്യാറ്. ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മളെങ്ങും അനാവശ്യമായിട്ട് കട്ട് ചെയ്യാതെ എത്രത്തോളം നമുക്ക് മാക്സിമം സ്റ്റിച്ചിങ് ചെയ്യാൻ പറ്റുമോ അതത്രയും ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ആദ്യത്തെ ക്യാൻവാസിൻ്റെ അരികെ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്തില്ല, ത്രെഡിനെ കട്ട് ചെയ്തില്ല. അതിന് ശേഷമാണ് നമ്മൾ അടുത്ത ക്യാൻവാസ് അടിച്ചെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഏതൊക്കെ ഭാഗങ്ങൾ നമുക്കൊറ്റ സ്ട്രെച്ചിൽ ചെയ്തെടുക്കാൻ പറ്റുമോ അതത്രയും നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ നോക്കുവാണെങ്കിൽ ആദ്യം 2 ക്യാൻവാസും ഫിനിഷ് ചെയ്തു സൈഡ്. അതിന് ശേഷം ഞാൻ ജോയിൻ ചെയ്തിട്ടാണല്ലോ സ്ലീവ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സെൻറ്റർ ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് 2 സ്ലീവിൻ്റെയും. നിങ്ങളുടെ സ്ലീവിൽ ജോയിനിങ് ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ ആ മടക്കി അടിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ അത് മടക്കി അടിക്കുക. അതിനുശേഷം നമുക്ക് ചുരിദാറിൻ്റെ ആ ബോട്ടം ഭാഗം ഉണ്ടല്ലോ, നമ്മൾ സാധാരണ സ്ലിറ്റ് ഫിനിഷ് ചെയ്തിട്ടല്ലേ ആ ഭാഗം മടക്കി അടിക്കാറ്. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കത് ചെയ്യാം. അങ്ങനെ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഏതൊക്കെ ഭാഗങ്ങൾ തയ്ച്ചെടുക്കാൻ പറ്റുമോ അത് അത്രയും കണ്ടിന്യൂ ആയിട്ട് ചെയ്തെടുക്കാം. പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ആലോചിക്കുക, ഏതൊക്കെ ഭാഗങ്ങളാണ് നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ അടിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കിയിട്ട് ഒന്നൊന്ന് എഴുതി വെക്കുക. എന്നിട്ട് അതനുസരിച്ച് ഒന്ന് ഫോളോ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈസി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഏറ്റവും ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈം ലാഭിക്കാൻ പറ്റും, സമയം ലാഭിക്കാൻ പറ്റും. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സാധാരണ ഇങ്ങനെ ഇടയ്ക്ക് ത്രെഡ് കട്ട് ചെയ്ത് വീണ്ടും സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും സൂചിയിൽ നിന്ന് നൂല് വിട്ട് പോരാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനും ഇത് നല്ലൊരു ഐഡിയ ആണ്. ഇപ്പോൾ എൻ്റെ ത്രെഡ് കട്ടർ നാശമായി പോയതുകൊണ്ടാണ് ഞാൻ കത്രിക വെച്ച് കട്ട് ചെയ്യുന്നത്. മാക്സിമം നമ്മൾ മെഷീനിൽ ഇരിക്കുന്ന സമയത്ത് ത്രെഡ് കട്ടർ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതാകുമ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാനും എളുപ്പമായിരിക്കും. മാത്രമല്ല മെഷീൻ്റെ ആ സൈഡിലത്തെ പെയിൻ്റ് ഒന്നും അത്ര പെട്ടെന്നൊന്നും ഇളകി പോകുമൊന്നുമില്ല. വലിയ കത്രിക ആകുമ്പോഴത്തേനും നമുക്ക് ആ സൈഡിലത്തെ പെയിൻ്റൊക്കെ ഇളകി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. കാര്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റിച്ചാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും ഓരോ ഭാഗത്തിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വരുമ്പോഴത്തേനും മാക്സിമം നമ്മൾ ലോക്ക് സ്റ്റിച്ച് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാനും എൻഡ് ചെയ്യാൻ വേണ്ടി നോക്കണേ. അപ്പോൾ നമ്മൾ അത്രയും ഭാഗമൊക്കെ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ക്യാൻവാസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യേണ്ടതെന്നും അതെങ്ങനെയാണ് അയൺ ചെയ്ത് വെക്കേണ്ടതെന്നും ഒക്കെ നമ്മുടെ ചാനലിനകത്ത് കിടപ്പുണ്ട്. അപ്പം ബാക്കിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഫുള്ളായിട്ടുള്ള ഇൻഫർമേഷൻ ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടണമെന്നില്ല. കാരണം ടൈം ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അതിന് പകരം അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ബോഡി പീസിൻ്റെ സെൻറ്റർ ഭാഗത്തും ക്യാൻവാസിൻ്റെ സെൻറ്റർ ഭാഗത്തും നമ്മൾ നോച്ചസ് ഇട്ട് കൊടുക്കണം. അതാകുമ്പോഴത്തേനും നമുക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഇങ്ങനെ നമ്മൾ മാച്ച് ചെയ്ത് വെച്ച ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പിൻ വെച്ച് സെക്യൂർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ആ ക്യാൻവാസ് വന്ന് എൻഡ് ആവുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ കൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചിലരൊക്കെ ഈ ക്യാൻവാസിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും എനിക്ക് അത്ര ഫിനിഷിങ്ങിൽ കിട്ടാറില്ല. ഇതാകുമ്പോഴത്തേനും നല്ല ഭംഗിയിൽ നെക്കൊക്കെ വരാറുണ്ട്. നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്വല്പം ടൈം എടുത്താലും കുഴപ്പമില്ല. നെക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന ഒരു ഭാഗം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ശ്രദ്ധ കൊടുത്ത് തന്നെ ചെയ്യുക. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ലോക്ക് സ്റ്റിച്ച് ഇട്ട് തന്നെ ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് കൊടുത്തതിൻ്റെ സൈഡിലായിട്ട് ഒരു 1/4 ഇഞ്ച് സ്പേസ് ഇട്ടിട്ട് ബാക്കിയുള്ള ഭാഗം അത്രയും ട്രിം ചെയ്ത് കളയുക, കട്ട് ചെയ്ത് ഒഴിവാക്കുക. യു ഷേപ്പൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ചില സ്കാലപ്പൊക്കെ വരുന്ന ഡിസൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള സമയത്ത് നല്ല ഷാർപ്പായിട്ടുള്ളൊരു കത്രിക യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 1/4 ഇഞ്ച് സ്പേസ് ഉള്ളിടത്തെല്ലാം ഈ നോച്ചസ് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് ഓരോ നോച്ചസ് ഇട്ട് കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് തിരിച്ച് വെക്കേണ്ട സാധനമാണല്ലോ. അപ്പോൾ കേർവ് ഉള്ള ഭാഗം ആയതുകൊണ്ട് തന്നെ നമുക്കിത് റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ബുദ്ധിമുട്ട് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോച്ചസ് ഇട്ട് കൊടുക്കുന്നത്.
പിന്നെ ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ചിലർക്ക് ഇതൊരു റിപ്പീറ്റേഷൻ പോലെ കേൾക്കുമ്പോഴത്തേനും ബുദ്ധിമുട്ടുണ്ടായിരിക്കും കേട്ടോ. അഥവാ ആരെങ്കിലും ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയേക്കാം. ഈ നോച്ചസ് ഇട്ടതിന് ശേഷം പതിച്ചടിക്കേണ്ടതായിട്ടുണ്ട്. പതിച്ചടിക്കുമ്പോഴത്തേനും ക്യാൻവാസും ഈ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഈ 4 ഇഞ്ചിൻ്റെ ആ പീസും ഉണ്ടല്ലോ, ഇവിടെ വേണം നമ്മൾ പതിച്ചടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ ഫൂട്ടേജ് എടുത്തപ്പോൾ അത് മിസ്സായി പോയിട്ടുണ്ട്. അതൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കാം കേട്ടോ. അപ്പം 2 നെക്കും ഫിനിഷ് ചെയ്തെടുക്കുക. അതിന് ശേഷം ചെയ്യേണ്ടത് ബാക്ക് നെക്ക് താഴെ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് നെക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. ഷോൾഡർ നമുക്ക് പല വിധത്തിൽ പല രീതിയിൽ ഒക്കെ ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മെത്തേഡിൽ നിങ്ങളത് ചെയ്തെടുക്കുക. ഞാനിപ്പം ജസ്റ്റ് എന്താ പറയുക, നെക്ക് സെയിം ടു സെയിം ആക്കി വെച്ചതിന് ശേഷം ബാക്ക് പീസിൻ്റെ ക്യാൻവാസ് ഓപ്പൺ ആക്കി വെച്ചിട്ട് ഫ്രണ്ട് പീസ് ക്ലോസ് ചെയ്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഇനി അതല്ലാതെ നമുക്ക് ക്യാൻവാസ് രണ്ടും ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഫോൾഡ് ചെയ്യുമ്പോഴത്തേനും കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുത്തേച്ചാൽ മാത്രം മതി. അതേപോലെ ഇപ്പോൾ ഞാൻ ബാക്ക് 2 സൈഡ് ഓപ്പൺ ആക്കി വെച്ച കാര്യം പറഞ്ഞു, ബാക്ക് മാത്രം ഓപ്പൺ ആക്കി വെച്ച കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ ക്ലോസ് ചെയ്തും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. പല മെത്തേഡും ഉണ്ട്. അപ്പോൾ നമ്മൾ 1-2 മെത്തേഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏതാണ് നമുക്ക് സെറ്റായി കിട്ടുന്നത് അത് ഫോളോ ചെയ്യാം. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നെക്ക് നല്ല ഫിനിഷിൽ വരണം. ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചില്ലാതെ കിട്ടണം. അതേപോലെ തന്നെ 2-3 സ്റ്റിച്ച് കൊടുത്ത് ഷോൾഡറിനെ സെക്യൂർ ചെയ്യുക. അപ്പോൾ ഈ ഷോൾഡർ ജോയിനിങ് ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. ഒരു സ്റ്റിച്ച് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ശേഷം മാത്രമാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ പോകുന്നത്. അപ്പോൾ ഒരു ഷോൾഡർ ഫുള്ള് കംപ്ലീറ്റ് ആക്കി അടുത്ത ഷോൾഡർ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഒറ്റ സ്റ്റിച്ചിൽ 2 ഭാഗവും ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അതേപോലെ നമ്മുടെ കയ്യിൽ അപ്പം കിട്ടുന്ന ത്രെഡെല്ലാം ട്രിം ചെയ്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ടൂടെ ശ്രമിക്കുക. ഇനി നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് വെക്കുക. ബോഡി പീസ് ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് ബാക്ക് സൈഡിൽ നിന്നൊന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. സ്ലീവ് ഭാഗം ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കുറേ പേര് കമൻറ്റ് വഴിയും അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടൊക്കെ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് സ്ലീവ് ജോയിൻ ചെയ്യുമ്പോഴത്തേനും പ്രോപ്പറായിട്ട് സീറ്റായി കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പം നിങ്ങൾ കട്ട് ചെയ്യുന്ന സ്ലീവും കട്ട് ചെയ്തിരിക്കുന്ന ആം ഹോൾ, ബോഡിയുടെ ആം ഹോളും മെഷർ ചെയ്ത് കറക്റ്റാണെന്നുള്ളത് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണം. ഒരു പൊടിക്കുള്ള വ്യത്യാസമൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ 1/2 ഇഞ്ചും 1 ഇഞ്ചും ഒക്കെ വ്യത്യാസം നമുക്ക് മാനേജ് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. 1/2 ഇഞ്ചും 1 ഇഞ്ചും ഒക്കെ വ്യത്യാസം വരുന്നത് നമ്മുടെ കട്ടിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും പൊതുവേ ഒരു സൈഡിൽ നിന്നേ സ്റ്റിച്ച് ചെയ്ത് സെൻറ്ററിലേക്ക് വന്ന് വീണ്ടും സൈഡിലേക്ക് പോവുകയാണ് ഞാൻ ചെയ്യാറ്. നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് വരിക, എന്നിട്ട് വീണ്ടും സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത സൈഡിലേക്ക് വരിക. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതാകുമ്പോഴത്തേനും നമുക്ക് അധികം സ്ട്രെസ് എടുക്കാതെ ചെയ്യാൻ പറ്റും. അപ്പം സെൻറ്ററിലും 2 ഭാഗത്തെ എൻഡിങ്ങിലും ഇതിൻ്റെ 2 ഇടയിലുള്ള ഒരു ഗ്യാപ്പിലും എല്ലാം പിൻ വെച്ചൊന്ന് അറേഞ്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നില്ലേ ഇങ്ങനെ ഒപ്പം വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ രസമായിരിക്കും നമ്മളിങ്ങനെ ക്ലോത്തിനെ കയ്യിൽ ചുരുട്ടി പിടിക്കണം. അത് ഞാൻ മുന്നത്തെ ഏതോ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നു സ്ലീവിൻ്റെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ആ സൈഡ് ജോയിൻ ചെയ്തെടുക്കുക. 1.5 ഇഞ്ചാണല്ലോ നമ്മൾ തയ്യൽ തുമ്പായിട്ട് കൊടുത്തിട്ടുള്ളത്. ആ ഭാഗം മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒന്നെങ്കിൽ നമ്മുടെ മെഷീനിൽ എന്തെങ്കിലും ഒരു മാർക്കിങ് നിങ്ങൾ ചെയ്ത് വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ തര ഇതേപോലെ 1.5 അവിടെയല്ലേ ഇവിടെയല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ട്രേസിങ് വീൽ യൂസ് ചെയ്തിട്ട് ട്രേസ് ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. ഇതിൽ നമ്മൾ നോച്ചസ് ഇട്ട് കൊടുത്തിരിക്കുന്നതെല്ലാം മാച്ച് ആവണം. അതേപോലെ ആം ഹോളിൻ്റെ അവിടെ മറ്റേ പ്ലസ് അത് വരണം. ഇനി അഥവാ നമുക്ക് കൺഫ്യൂഷൻ ആകുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ല. അളവ് മാറിക്കഴിയുമ്പോൾ ഉള്ള പ്രശ്നത്തെക്കാളും വലുതൊന്നും അല്ലല്ലോ മെഷർമെൻറ്റ് കറക്റ്റ് അല്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഞാൻ സാധാരണ തയ്ക്കുന്ന സമയത്ത് മെയിൻ സ്റ്റിച്ച് അല്ലാതെ എക്സ്ട്രാ 2 സ്റ്റിച്ച് കൂടെ കൊടുക്കാറുണ്ട്, എന്തെങ്കിലും മണ്ണൊക്കെ കൂടുവാണെങ്കിൽ അഴിച്ചു വിടാനായിട്ട്. അതേപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് 1.5 ഇഞ്ചാണ് ഞാൻ പൊതുവെ കൊടുക്കാറ്.
പക്ഷേ 1 ഇഞ്ചൊക്കെയാണ് രസം തയ്ച്ചിട്ട് കാണുമ്പോഴത്തേനും 1 ഇഞ്ചൊക്കെ. അപ്പോൾ നമുക്ക് ഓവർലോക്കൊക്കെ ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഈ 1 ഇഞ്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ലോക്ക് അടിച്ചെടുത്താലും മതി. 1.5 ഇഞ്ച് 2 ഇഞ്ചൊക്കെ നമ്മൾ സീം അലവൻസൊക്കെ കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ ആ ഷേപ്പ് വരുമ്പോഴത്തേനും ചുളിഞ്ഞ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ തയ്യൽ തുമ്പ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഭംഗി. ഇപ്പോൾ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ഹിപ്പിൻ്റെ അവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഷേപ്പ് നമ്മൾ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതൊന്ന് ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള നോച്ചസ് എല്ലാം തന്നെ മാച്ചാക്കി തന്നെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹിപ്പിൽ നിന്നും താഴേക്ക് ലെങ്തിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും വീതി കുറച്ച് കൊണ്ടുവരിക. അതായത് ഒരു 1/2 ഇഞ്ചിലേക്ക് കൊണ്ടുവന്ന് പിന്നെ ഒരു 1/4 ഇഞ്ച് അങ്ങനെ അങ്ങ് താഴെ വരെ എത്തിക്കുക. നിങ്ങളിപ്പോൾ എ ലൈൻ അല്ല കൊടുക്കുന്നത്, സ്ലിറ്റ് ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹിപ്പിൻ്റെ അവിടെ തയ്ച്ച് നിർത്തിയില്ലേ, അവിടുന്ന് സൂചി കുത്തി നിർത്തി ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്ത് സ്ലീവിൻ്റെ അങ്ങോട്ടേക്ക് തയ്ച്ച് വിടുക. അതാകുമ്പം ഒറ്റ സ്ട്രെച്ചിൽ തന്നെ 2 സ്റ്റിച്ച് ആവുമല്ലോ. അതിനുശേഷം സ്ലിറ്റ് തയ്ച്ച് താഴെ വശം മടക്കി അടിച്ച് എടുക്കുക. ഇപ്പോൾ കോട്ടൻ്റെ തുണിയൊക്കെ ആയത് കാരണം നമുക്ക് ഈ എ ലൈൻ തയ്ക്കുന്ന സമയത്ത് അധികം ഈ സൈഡിൽ അങ്ങനെ വലിഞ്ഞു പോകത്തില്ല. പക്ഷെ ജോർജറ്റ് പോലുള്ള തുണികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ബയാസ് പ്രോപ്പർട്ടി കാരണം സ്ട്രെച്ചായി വരാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഒരു ഫുൾ ഡേ നമ്മളതെങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ട് ട്രിം ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ ആയിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയാലും മതി. ആ സൈഡിലെ കോണിപ്പ് ഒഴിവാക്കുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതിനുശേഷം നമ്മളിതാ താഴെ വശം മടക്കി അടിക്കുവാണ്. വേലയും തയ്ക്കുമ്പോൾ നമുക്കറിയാം ആ സെൻറ്റർ ഭാഗത്ത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് സൈഡിലേക്ക് വരുമ്പോൾ ഒരു കേർവ് അല്ലേ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ സൈഡിലേക്കുള്ള സ്റ്റിച്ചിങ്ങിന് മടക്കി അടിക്കുമ്പോഴത്തേനും ചുളിഞ്ഞൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും ഞാനിപ്പോൾ ചെയ്യാറുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ സൈഡിലേക്ക് ഒരിത്തിരി മാറ്റി കൊടുത്തിട്ട് ഫോൾഡ് ചെയ്യാം. അതിനുശേഷം സ്ട്രെയിറ്റ് നമ്മുടെ പ്രസർഫൂട്ടിൻ്റെ സ്ട്രെയിറ്റിലേക്ക് കൊണ്ടുവരാം. ഇതേപോലെ ചരിച്ച് വെച്ച് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ലെവൽ പിടിച്ച് സ്ട്രെയിറ്റായിട്ട് പ്രസർഫൂട്ടിൻ്റെ പാരലായിട്ട് വെച്ചിട്ട് തയ്ച്ചെടുക്കുക. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലുള്ള കണ്ടൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ ആ ഡ്രസ്സിൻ്റെ ലുക്ക് എന്താണെന്ന് കാണുന്നുള്ളത് എല്ലാവർക്കും ഒരു ആഗ്രഹമായിരിക്കുമല്ലോ. ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ തുടക്കത്തിലേ ആ ലുക്ക് കാണിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടിട്ടില്ലാത്തവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരേക്കും ടാറ്റാ.